ഒരു വീട് വെക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റൊരാളുടെ ഒരു പേഴ്സണൽ സ്പേസ് ഡിസൈൻ ചെയ്യുക എന്ന് പറയുന്ന ഒരു കാര്യമാണ്. അത് ആളുടെ കൂടെയുള്ള ഒരു ഫാമിലിയുടെ എല്ലാവരുടെയും കൂടി ആയിട്ടുള്ളൊരു പേഴ്സണൽ സ്പേസ് ആണ് നമ്മൾ ഡിസൈൻ ചെയ്ത് ഒരു റിയലൈസ് ചെയ്ത് കൊടുക്കുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ മറ്റൊരാളുടെ അങ്ങനെയുള്ളൊരു ലൈഫ് വരുന്ന ഒരു ലിവബിൾ സ്പേസ് നമ്മൾ അത് റിയലൈസ് ചെയ്ത് കൊടുക്കുക, അതിനോട് 100% നീതി പുലർത്തുക. അത് അവർക്ക് ആർക്ക് വേണ്ടിയാണോ നമ്മൾ ആ സ്പേസ് ക്രിയേറ്റ് ചെയ്തത് അത് എല്ലാ രീതിക്കും അവർക്കൊരു 100% സാറ്റിസ്ഫാക്ഷൻ വരുന്ന ഒരു രീതിയിലേക്ക് ആക്കിയെടുക്കുക എന്ന് പറയുന്നതിനേക്കാൾ ടഫായിട്ടുള്ളൊരു പ്രൊഫഷൻ വേറെ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഈ പ്രോജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എരൂരാണ്, എറണാകുളം ജില്ലയിലുള്ള. ഇതൊരു 6.5 സെന്റ് പ്ലോട്ടാണ്. ഇതൊരു ലീനിയറായിട്ട് കിടക്കുന്നൊരു റെക്ടാങ്കുലർ ഷേപ്പിൽ വരുന്നൊരു പ്ലോട്ടാണ്. ഇതിൻ്റെ ബാക്കിലായിട്ടൊരു ചെറിയ തോടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊരു വെസ്റ്റ് ഫേസിങ് പ്ലോട്ട് ആണെങ്കിലും നമുക്ക് ഫ്രണ്ടിലെല്ലാം കാനപ്പി പോലെ നല്ല രീതിയിൽ മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് വെയിൽ അത്ര അധികം നമുക്ക് വീടിനെ അഫക്റ്റ് ചെയ്യില്ല. സ്റ്റിൽ സൗത്ത് സൈഡിൽ നിന്നുള്ള ഇതിപ്പോൾ ഇവിടെ ഒരു ഫ്രീ ആയിട്ടുള്ള സ്പേസ് ആയതുകൊണ്ട് ഇവിടെ നിന്നുള്ള വെട്ടവും വെളിച്ചമൊക്കെ നമുക്ക് വീടിന്റെ അകത്ത് നമ്മൾ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പോർഷനിൽ നമ്മൾ കൂട്ടിയാടൊക്കെ കൊടുത്തിട്ടുണ്ട്. ഡൈനിങ്ങിന്റെ സൈഡിലാണെന്നുണ്ടെങ്കിലും നമ്മളൊരു സ്ലൈഡിങ് ഡോറൊക്കെ കൊടുത്തിട്ട് അവിടെ നിന്നും ഈ ഒരു ലാൻഡ്സ്കേപ്പിലേക്ക് വ്യൂ വരുന്ന പോലെ കുറച്ച് കാര്യങ്ങളെല്ലാം നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മളിങ്ങനെ വീട് പണിയണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ നമ്മളങ്ങനെ സെർച്ച് ചെയ്യാൻ തുടങ്ങി. നമുക്ക് ആരെ അപ്രോച്ച് ചെയ്യാം, നമ്മളുടെ ബഡ്ജറ്റ് അതുപോലെ തന്നെ ഞങ്ങളുടെ നമുക്കിങ്ങനെ കുറച്ച് ഐഡിയാസ് ഒക്കെ ഉണ്ടായിരുന്നു. നമുക്ക് കുറച്ച് നല്ല വെളിച്ചം വേണം വീടിന്, നല്ല വായു സഞ്ചാരം വേണം, അങ്ങനെയൊക്കെ കുറച്ച് ഐഡിയാസ് ഉണ്ട്. അപ്പം നമ്മളിങ്ങനെ കുറേ അധികം സെർച്ച് ചെയ്തിരുന്നു. അങ്ങനെയാണ് ഞങ്ങള് ഇവരുടെ നമുക്കൊരു ഇഷ്ടപ്പെട്ട നമ്മളുടെ ആ ഒരു സെയിം ടേസ്റ്റിലുള്ള, അതെ, ഞങ്ങളുടെ ആ ഒരു ടൈപ്പ് നമുക്കിങ്ങനെ ഭയങ്കര കളർ, ഭയങ്കര ബ്രൈറ്റ് അങ്ങനത്തെ ഒന്നും അതിനോടൊന്നും വലിയ താല്പര്യമില്ലായിരുന്നു. അപ്പൊ ഞങ്ങളുടെ ആ ഒരു ടേസ്റ്റുമായിട്ട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആ കുറെ ഡിസൈൻസ് നമ്മള് മാഡിലാണ് കണ്ടത്. ഡിസൈൻസും കുറെ ലൈവ് ആ ഒരു ഫീൽ ഉണ്ടാക്കുന്ന ചെടികളുടെ ഞങ്ങൾ അങ്ങനെയാണ് മാഡിനെ അപ്രോച്ച് ചെയ്തത്. ഈ വീട് നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ ഒരു ചെറിയൊരു വീടാണ് എന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ ഫീൽ ചെയ്യുമെങ്കിലും പണ്ട് നമ്മളൊരു പരസ്യത്തിൽ കേട്ടിട്ടുണ്ടാവും, പുറത്തുനിന്ന് നോക്കുമ്പോൾ ചെറിയ ഷോപ്പാണെങ്കിൽ അകത്തേക്ക് കയറുമ്പോൾ വിശാലമായ ഷോറൂം എന്ന് പറയുന്ന പോലെ നമ്മൾ അകത്തേക്ക് കയറുമ്പോഴാണ് വീടിൻ്റെ ഒരു ഇനോർമസ് സ്പേസ് നമ്മളെ ഫീൽ ചെയ്യുക. അതിപ്പോൾ നമ്മളുടെ ഈ ഒരു ലിവിങ് റൂമൊക്കെ ആണെന്നുണ്ടെങ്കിലും അതിന് ഡബിൾ ഹൈറ്റ് കൊടുത്തതുകൊണ്ട് ആ ഒരു വാസ്റ്റ് സ്പേസിലേക്ക് കയറുന്ന ഒരു ഫീൽ ഉണ്ടാക്കാൻ അത് ഒത്തിരി ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. ഈവൻ നമ്മളുടെ പ്രെയർ സ്പേസിലേക്കാണെങ്കിലും അവിടെ നമ്മൾ സ്റ്റെയർ റൂമും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഡബിൾ ഹൈറ്റ് ഉള്ളതുകൊണ്ടും എല്ലാം ആ ഒരു സ്പേഷ്യസ്നെസ് ഫീൽ ചെയ്യിക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ട്. അപ്പോൾ പുറത്തുനിന്ന് നമ്മൾ നോക്കുമ്പോൾ ചെറിയൊരു വീടാണ്, പക്ഷെ അകത്തേക്ക് കയറുമ്പോൾ നമുക്ക് ഒത്തിരി സ്പേസ് ഉണ്ട്. നമുക്ക് പലയിടത്തായിട്ട് നമുക്ക് പോയിരിക്കാനും ഇവർക്ക് ബുക്സ് വായിക്കാനാണെന്നുണ്ടെങ്കിലും ഗിത്താർ വായിക്കാനാണെന്നുണ്ടെങ്കിലും എല്ലാം ഒത്തിരി ഒരു എൻജോയബിൾ സ്പേസ് നമ്മൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്.
അവര് നമ്മളുടെ എല്ലാ സെഷൻസും നമ്മൾ ഫ്രം ദ ബിഗിനിങ് നമ്മളെല്ലാ സെഷൻസും നമ്മൾക്ക് വളരെ കംഫർട്ടായിരുന്നു. ഞങ്ങളുടെ ഐഡിയാസ് കേൾക്കാൻ അവർ റെഡിയായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് നമ്മളുടെ എന്താണ് ഞങ്ങളുടെ ഉള്ളിലുള്ളത് അല്ലെ അതവർ നല്ലോണം അവർ മനസ്സിലാക്കി ചെയ്തു തന്നു. ഞങ്ങൾക്ക് എനിക്ക് തോന്നുന്നത് ഞങ്ങൾക്ക് തന്ന ഫസ്റ്റ് ഡിസൈൻ തന്നെ ഞങ്ങൾ ഓക്കെ ആയി. ഒരൊറ്റ ഒരു ഇതിൽ തന്നെ നമുക്കത് ഇഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് അമ്മക്കാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്.